ഐസക് ജോർജിന്റെ ഹൃദയവും വഹിച്ചുള്ള ആംബുലൻസ് അല്പസമയത്തിനകം തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് പുറപ്പെടും. പിന്നീട് വിമാനത്താവളത്തിലേക്ക് എത്തും. ഏതാണ്ട് 5.5 കിലോമീറ്റർ ദൂരമുണ്ട്. ചാക്ക വഴിയാണ് വിമാനത്താവളത്തിലേക്ക് എത്തുന്നത്. 6 മിനിറ്റ് കൊണ്ട് അവിടെ എത്തിച്ചേരാൻ കഴിയും. റോഡിൽ ഒരു തടസ്സവും ഉണ്ടാകാത്ത രീതിയിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നേരത്തെ ADGP ശ്രീജിത്ത് നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എയർ ആംബുലൻസിലാണ് കൊച്ചി ലിസി ആശുപത്രിയിലേക്ക് ഹൃദയം കൊണ്ടുവരുന്നത്. ഹയാത്തിലാണ് എയർ ആംബുലൻസ് എത്തുക. അവിടെ നിന്ന് റോഡ് മാർഗം ലിസി ആശുപത്രിയിലേക്ക് വളരെ വേഗം തന്നെ എത്തിക്കുക എന്നുള്ളതിലേക്ക് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് അധികൃതർ നമ്മെ അറിയിച്ചത്. റിനു ശ്രീധർ കൂടിയുണ്ട്. റിനു ഉള്ളത് തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ്. റിനു, അവിടെ എയർ ആംബുലൻസ് ഒക്കെ സജ്ജമാക്കിയിട്ടുണ്ട്, എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് നേരത്തെ ADGP ശ്രീജിത്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെയാണല്ലോ? എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർണ്ണമാണല്ലോ? അനുജ, ഏകദേശം മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ എയർ ആംബുലൻസ് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഡൊമസ്റ്റിക് എയർപോർട്ട് D1 നിൽക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം നിമിഷ നേരങ്ങൾ കൊണ്ട് ഈ 5.5 കിലോമീറ്റർ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഏകദേശം നിമിഷങ്ങൾക്ക് കൊണ്ട് ഇവിടെ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് റോഡിലൊക്കെ തന്നെ പോലീസ് ബന്ദോബസ്തായി നൽകിയിട്ടുള്ളത്. എന്തായാലും DCP ഉൾപ്പെടെ ഇവിടെ ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്. സാർ, എങ്ങനെയാണ് റോഡിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? റോഡിൽ നമ്മൾ വാഹനം വരുന്ന റൂട്ട് മുഴുവൻ ക്ലിയർ ആണ്. ട്രാഫിക് അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. കൺജഷൻ എല്ലാം നോക്കിയിട്ട് അതെല്ലാം പ്രിവെന്റ് ചെയ്തിട്ട് ബൈ റോഡുകളിലെല്ലാം നമ്മുടെ പോലീസ് ഡിപ്ലോയ്മെന്റ് ഉണ്ട്. ഫുള്ളി റോഡ് സ്റ്റെറിലൈസ്ഡ് ആയിട്ട് നമ്മൾ വാഹനം പരമാവധി സ്പീഡിൽ ഇവിടെ എത്തിക്കും. ഏകദേശം എത്ര സമയം പ്രതീക്ഷിക്കുന്നു ഇവിടെ എത്താൻ? വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ എത്തും. 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ എത്തും. ഇങ്ങനെയാണ് ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടെ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് പോലീസ്. അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ എയർപോർട്ടിന്റെ അധികൃതർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്, നിലയുറപ്പിച്ചിട്ടുണ്ട്. റോഡ് ഗതാഗതം, അതായത് ശംഖുമുഖം ഭാഗത്തേക്കുള്ള എല്ലാ റോഡും പോലീസ് ബന്ദോബസ്ത് ചെയ്യും. ആ സമയത്ത്, അതായത് കിംസിൽ നിന്ന് ഹൃദയവുമായിട്ടുള്ള ആംബുലൻസ് പുറപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റോഡുകളെല്ലാം തന്നെ ക്രമീകരിക്കുവാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്ന നാട്ടുകാരുടെ ഒരു അഭ്യർത്ഥനയാണ് അത് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഈ വാഹനം കടന്നു വരുന്ന വഴികളിൽ മറ്റ് വാഹനങ്ങൾ കടന്നു വരാതെ ഒന്ന് സംയമനം പാലിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി പോലീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കിംസിൽ നിന്ന് ഈ ആംബുലൻസ് പുറപ്പെടും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പുറപ്പെട്ടു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തന്നെ ഈ ഡൊമസ്റ്റിക്കിലേക്ക്, അതായത് എയർപോർട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ തയ്യാറാണ്. എയർ ആംബുലൻസ് അകത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിമിഷ നേരങ്ങൾക്ക് കൊണ്ട് തന്നെ എയർ ആംബുലൻസിലേക്ക് ഈ ഹൃദയം എത്തിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഹൃദയം വഹിച്ചുകൊണ്ടുള്ള ഡോക്ടർമാരുൾപ്പെടെയുള്ള സംഘത്തെ എത്തിക്കാൻ കഴിയുമെന്നാണ് പോലീസും പ്രതീക്ഷിക്കുന്നത്. അനുജ, കൊല്ലം കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജിന്റെ ഹൃദയവുമായുള്ള എയർ ആംബുലൻസ് അല്പസമയത്തിനകം പുറപ്പെടും. ആംബുലൻസ് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് പുറപ്പെടാറായിരിക്കുന്നു. അവിടെ എല്ലാം സജ്ജമാണ് എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത്. പിന്നീട് വിമാനത്താവളത്തിലേക്ക് എത്തിക്കുക, അത് 6 മിനിറ്റിനുള്ളിൽ തന്നെ വളരെ വേഗം വിമാനത്താവളത്തിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഉണ്ട് എന്നതാണ്. എല്ലാ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഗതാഗത തടസ്സമുണ്ടാകാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളെല്ലാം പൊതുജനങ്ങളും ആ കാര്യം അത് ജാഗ്രതയോടെ തന്നെ അത് കാണണം എന്ന ഒരു അഭ്യർത്ഥന കൂടി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ഇതിനു മുൻപും നമുക്കറിയാം ഇത്തരം നടപടിക്രമങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. നമ്മളപ്പോഴൊക്കെ എല്ലാവരുടെയും സഹകരണത്തോടെ തന്നെ വിജയകരമായി തന്നെ ഇത്തരം കൃത്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഹൃദയവുമായുള്ള സംഘം അത് അവിടെ നിന്ന് പുറപ്പെടുകയാണെന്ന് മനസ്സിലാവും. പ്രതീഷ്, ഏറ്റവും പുതിയ വിവരങ്ങൾ പറയൂ. അനുജ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഐസക് ജോർജിന്റെ ഹൃദയവുമായി വാഹനം ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. ആംബുലൻസിനല്ല, ഒരു ഇന്നോവ കാറിലാണ് ഹൃദയവുമായി ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. അല്പസമയം മുമ്പ് ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് മെഡിക്കൽ സംഘം ഇവിടെ നിന്ന് മടങ്ങുന്നത്. 4 പേരടങ്ങുന്ന ഡോക്ടർ സംഘമാണ് ഈ വാഹനത്തിലുള്ളത്. ഈ ഡോക്ടർ സംഘമാണ് ഈ ഹൃദയവുമായി കൊച്ചിയിലേക്ക് തിരിക്കുന്നത്. പരമാവധി ഇവിടെ നിന്ന് ഒരു 6 മിനിറ്റാണ് ഈ എയർപോർട്ടിലേക്ക് എടുക്കുന്ന സമയം. 6 മിനിറ്റിനുള്ളിൽ തന്നെ ഈ വാഹനം എയർപോർട്ടിലെത്തും. അവിടെ സജ്ജീകരിച്ചിരിക്കുന്ന എയർ ആംബുലൻസിലാണ് കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ കൊച്ചിയിൽ ഈ അവയവം എത്തിക്കാനുള്ള ക്രമീകരണമാണ് പ്രധാനമായും ഒരുക്കിയിരിക്കുന്നത്. ഈ കൊച്ചിയിൽ എത്തിയാൽ കൊച്ചിയിൽ ഹയാത്തിലായിരിക്കും എയർ ആംബുലൻസ് ലാൻഡ് ചെയ്യുന്നത്. അവിടെ ലാൻഡ് ചെയ്ത ശേഷം അവിടെ നിന്ന് റോഡ് മാർഗമായിരിക്കും ലിസിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെയും ഈ തുടർ ശസ്ത്രക്രിയയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ഈ ലിസി ആശുപത്രിയിലും പുരോഗമിച്ചിട്ടുണ്ട്.
അനുജ, ഈ കഴിഞ്ഞ 7-ാം തീയതിയാണ് ഈ ഐസക് ജോർജിനെ ഗുരുതരമായി പരിക്കേറ്റ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഈ തുടർന്ന് 4 ദിവസമായിരുന്നു ഐസക് ജോർജ് വെന്റിലേറ്ററിൽ കിടന്നത്. ഈ ജീവൻ തിരിച്ചുപിടിക്കാൻ പരമാവധി ശ്രമങ്ങൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. പക്ഷേ പ്രതീക്ഷകളൊക്കെ തന്നെ അസ്തമിച്ചുകൊണ്ട് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഐസക് ജോർജിന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അങ്ങനെ ഐസക് ജോർജിന്റെ ആഗ്രഹപ്രകാരമാണ് അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചത്. കുടുംബവും ഇതിനൊപ്പം നിന്നതോടുകൂടി തന്നെയാണ് 6 പേർക്ക് ഐസക് ജോർജിന്റെ മരണാനന്തര അവയവദാനത്തിലൂടെ പുതുജീവൻ ലഭിക്കുന്നത്. അതിൽ ഹൃദയം ലഭിക്കുന്ന അങ്കമാലി സ്വദേശിക്കാണ് ഇപ്പോൾ ഹൃദയവുമായി ഇവിടെ നിന്ന് മെഡിക്കൽ സംഘം പുറപ്പെട്ടിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ എയർ ആംബുലൻസുമായി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് ഐസക് ജോർജിന്റെ ഹൃദയവുമായുള്ള മെഡിക്കൽ സംഘം പുറപ്പെട്ടു. അവർ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 6 മിനിറ്റിനുള്ളിൽ തന്നെ വിമാനത്താവളത്തിലേക്ക് ഹൃദയവുമായുള്ള സംഘം അവരുടെ വാഹനം എത്തിച്ചേരും എന്നാണ് കരുതുന്നത്. അതിനുശേഷം അവിടെ എയർ ആംബുലൻസ് തയ്യാറായിട്ടുണ്ട്. എയർ ആംബുലൻസിൽ, അതായത് ഹെലികോപ്റ്ററിലാണ് ഹൃദയം കൊണ്ടുപോകുന്നത്, കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നത്. കൊച്ചിയിൽ ഹായത്തിലാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നത്. അവിടെ നിന്ന് റോഡ് മാർഗം ലിസി ആശുപത്രിയിലേക്ക് അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജിന്റെ ഹൃദയം അത് മിടിക്കാൻ പോകുന്നത് അങ്കമാലി സ്വദേശിയിലാണ് ഇനി എന്നതാണ്. 6 പേർക്ക് പുതുജീവൻ നൽകുകയാണ് ഐസക് ജോർജ്. അദ്ദേഹത്തിന്റെ വൃക്കയും കരളും ഹൃദയവും കോർണിയയും ഉൾപ്പെടെ 6 അവയവങ്ങൾ മറ്റുള്ളവർക്ക് പുതുജീവൻ നൽകാൻ പോകുന്നു. ഇന്നലെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതോടെ ഐസക് ജോർജിന്റെ ആഗ്രഹം അത് സഫലമാക്കാൻ കുടുംബത്തിന്റെ കൂടി ഇടപെടലുണ്ടായി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. വാഹനാപകടത്തിൽ പരുക്കേറ്റ് ഗുരുതരമായ നിലയിലായിരുന്നു അദ്ദേഹം ചികിത്സയിലായിരുന്നു ഐസക് ജോർജ്. ഇന്നലെ മസ്തിഷ്ക മരണം സംഭവിച്ചതോടെയാണ് ഇതിനെല്ലാം വഴി തെളിഞ്ഞത്. ഇപ്പോൾ റിനു ശ്രീധർ കൂടിയുണ്ട്. റിനു, ഇവിടെ നിന്ന് വാഹനം പുറപ്പെട്ടിട്ടുണ്ട് കിംസ് ആശുപത്രിയിൽ നിന്ന്. അല്പസമയത്തിനകം തന്നെ, ഏതാണ്ട് 6 മിനിറ്റിന് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എത്തിച്ചേരത്തക്ക രീതിയിലാണ് സജ്ജീകരണങ്ങൾ. അവിടെ നിന്നുള്ള വിവരങ്ങൾ. അനുജ, ഇനി നിമിഷങ്ങൾ മാത്രമാണ് ആ വാഹനം, അതായത് ഇന്നോവ വാഹനത്തിലാണ്, ആദ്യം ആംബുലൻസിലാണ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞെങ്കിൽ പിന്നീട് ഇന്നോവയിലേക്കാണ് മാറിയത്. ഇന്നോവ വാഹനം നിമിഷങ്ങൾക്കകം തന്നെ എയർപോർട്ടിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. റോഡുകൾ മുഴുവൻ ഇപ്പോൾ പോലീസ് ബന്ദോബസ്തിലാണ്. എല്ലാവരെയും ഈ വാഹനങ്ങളെല്ലാം തന്നെ റോഡിൽ നിന്ന് മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യം. എയർപോർട്ടിലും ആ ഒരു ക്രമീകരണം തന്നെയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇവിടെ പോലീസ് സംഘം, വലിയൊരു പോലീസ് സംഘം തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ വാഹനം ഇനി നിമിഷങ്ങൾ മാത്രം, ആ നിമിഷങ്ങൾക്കകം തന്നെ ഇവിടേക്ക് എത്തും. ഹൃദയം വഹിച്ചുള്ള വാഹനം ഇവിടെ എത്തും. എത്തിക്കഴിഞ്ഞാൽ എയർ ആംബുലൻസ് ഇപ്പോഴേ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അത് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ആ എയർ ആംബുലൻസിലേക്ക് ഈ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവും ഒപ്പം ആശുപത്രി അധികൃതരും എത്തും. എത്തിയാൽ നിമിഷങ്ങൾക്കകം തന്നെ അത് പറന്നുയരും, കൊച്ചിയിലേക്ക് പറന്നുയരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനുശേഷം കൊച്ചി ഹയാത്തിലെ പ്രത്യേക ടെർമിനലിലേക്ക്, അല്ലെങ്കിൽ പ്രത്യേക സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഇത് പറന്നിറങ്ങും. വിമാനം പറന്നിറങ്ങും, എയർ ആംബുലൻസ് പറന്നിറങ്ങും. അവിടെ നിന്ന് നിമിഷങ്ങൾ മാത്രമായിരിക്കും ലിസിയിലേക്ക് പോകുവാൻ വേണ്ടി എടുക്കുക എന്നുള്ളതാണ്. ഏകദേശം 4 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഹൃദയം ഈ മറ്റൊരാളുടെ ശരീരത്തിൽ തുന്നിച്ചേർക്കണം എന്നുള്ളതാണ് ഡോക്ടർമാരെല്ലാം തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു ഇടപെടൽ കൂടി ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. എന്തായാലും പോലീസ് വലിയ രീതിയിൽ ഇടപെടുന്നുണ്ട്. റോഡുകളിൽ നിന്ന് വാഹനങ്ങളെല്ലാം തന്നെ മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഒരാളുകളെ പോലും ഇവിടേക്ക് പ്രവേശിപ്പിക്കാതെ, റോഡുകളിലേക്ക് പ്രവേശിപ്പിക്കാതെ ഈ കടന്നു വരുന്ന വാഹനത്തിന് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത തരത്തിലേക്ക് പോലീസ് ഒരു ഇടപെടൽ നടത്തും. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ, ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഹൃദയവുമായി എയർ ആംബുലൻസ് ആദ്യമായി പറന്നു വരുന്നതും തിരുവനന്തപുരത്ത് നിന്നാണ്. ഈ അങ്കമാലി സ്വദേശിക്ക് ആയിട്ടുള്ള മാത്യു ആച്ചാടൻ എന്ന് പറയുന്ന ഒരാൾക്ക് തന്നെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഒരു ഹൃദയമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ നടന്നത്. അദ്ദേഹം ഇപ്പോൾ സുഖമായി ജീവിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് കിംസ് ആശുപത്രിയിൽ നിന്നൊരു ഹൃദയവുമായിട്ടുള്ള എയർ ആംബുലൻസ് ഇതാ വിമാനത്താവളത്തിൽ നിന്ന് പറന്നു വരാൻ വേണ്ടി പോകുന്നു. എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇവിടെ എത്തി അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം എയർപോർട്ട് ഏരിയയിലേക്ക് ഈ വാഹനം എത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇനി സെക്കൻഡുകൾ മാത്രമായിരിക്കും ഇവിടേക്ക് ഈ ഹൃദയവുമായിട്ടുള്ള വാഹനം എത്തുക എന്നുള്ളതാണ്. എന്തായാലും പോലീസ് പുറത്തേക്കിറങ്ങി, DCP ഉൾപ്പെടെയുള്ളവർ എയർപോർട്ടിന് പുറത്തേക്കിറങ്ങി വാഹനങ്ങൾ മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ആ ഒരു അഭിമാന നിമിഷത്തിലേക്ക് വീണ്ടും സംസ്ഥാനത്ത് ഒരു ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി നടക്കുന്നുണ്ട്
എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. എന്തായാലും നിമിഷങ്ങൾക്ക് മുമ്പാണ്, ഏകദേശം 5 മിനിറ്റുകൾക്ക് മുമ്പാണ് ഈ കിംസ് ആശുപത്രിയിൽ നിന്ന് ഹൃദയവുമായിട്ടുള്ള വാഹനം അവിടെ നിന്ന് പുറപ്പെട്ടത്. 6 മിനിറ്റ് മാത്രമാണ് എടുക്കുക എന്നുള്ളതാണ് DCP ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഏകദേശം പരമാവധി വേഗതയിൽ വാഹനം എയർപോർട്ടിനുള്ളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അനുജ, അതാണ് 5 മിനിറ്റിന് മുൻപ് കിംസ് ആശുപത്രിയിൽ നിന്ന് ഐസക് ജോർജിന്റെ ഹൃദയവുമായുള്ള ഇന്നോവ കാർ പുറപ്പെട്ടു. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ അത് വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിലുണ്ട്. DCP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. അവർ പുറത്തേക്ക് ഇറങ്ങി നിൽപ്പുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കുകയാണ്, നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക കൂടിയാണ് അവർ ചെയ്യുന്നത്. ആ വാഹനം അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ് വിമാനത്താവളത്തിലേക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ വേഗം തന്നെ ഈ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഹൃദയം കൊച്ചിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇതിനു മുൻപും കിംസ് ആശുപത്രിയിൽ സമാന തരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് വളരെ വിജയകരമായി തന്നെ ആ ശസ്ത്രക്രിയ അന്ന് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഇക്കുറിയും ആ തരത്തിലേക്കുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഐസക് ജോർജ്, അദ്ദേഹം കൊട്ടാരക്കര സ്വദേശിയാണ്. വാഹനാപകടത്തിൽ ഗുരുതരമായി പരുക്കേറ്റിരുന്നു, ചികിത്സയിലായിരുന്നു. ഇന്നലെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. തുടർന്ന് അവയവങ്ങൾ ദാനം ചെയ്യണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം അത് സഫലമാക്കുന്നതിന് വേണ്ടി കുടുംബാംഗങ്ങൾ കൂടി ഇടപെടുകയായിരുന്നു. അങ്ങനെ 6 പേർക്ക് അദ്ദേഹം തൻ്റെ വിവിധ അവയവങ്ങൾ ദാനം ചെയ്യണമെന്ന ആഗ്രഹം അത് നടപ്പാക്കാൻ പോവുകയാണ്. വൃക്കയും കരളും കോർണിയയും ഹൃദയവും ഒക്കെ ഉൾപ്പെടെ അദ്ദേഹം ദാനം ചെയ്യാനുള്ള സന്നദ്ധതയാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അത് കുടുംബാംഗങ്ങളും അതിനൊപ്പം തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹൃദയം. ആ ഹൃദയമാണ് കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നത്. കൊല്ലം കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജിന്റെ ഹൃദയം ഇനി അങ്കമാലി സ്വദേശിയിൽ മിടിക്കും എന്നതാണ്. അദ്ദേഹവും വാഹനാപകടത്തിൽ പരുക്കേറ്റ് ചികിത്സയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അദ്ദേഹത്തിലാണ് ഇനി ഐസക് ജോർജ് ജീവിക്കാൻ പോകുന്നത്. കൂടാതെ മറ്റ് വിവിധ ആശുപത്രികളിൽ, തിരുവനന്തപുരത്ത് പല ആശുപത്രികളിൽ, കിംസിൽ തന്നെ ചികിത്സയിലുള്ള ചില രോഗികൾ, ഒപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള, അങ്ങനെ മറ്റ് പലർക്കായി മറ്റ് അവയവങ്ങൾ കൂടി, വൃക്കയും കരളും കോർണിയയും ഒക്കെ ഉൾപ്പെടെ അദ്ദേഹം അതുകൂടി വയ്ക്കുന്നതോടെ അങ്ങനെ 6 പേർക്ക് പുതുജീവൻ നൽകുകയാണ് ഐസക് ജോർജ് എന്ന 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ. അദ്ദേഹത്തെ നേരത്തെ സുഹൃത്തുക്കളൊക്കെ അനുസ്മരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്കാർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ഈ വിയോഗം. എങ്കിൽ പോലും അവർക്ക് ഒരർത്ഥത്തിൽ സന്തോഷമുണ്ട്. ഐസക് ജോർജ് ജീവിക്കാൻ പോവുകയാണ് മറ്റുള്ള 6 പേരിലൂടെ എന്നതിൽ അവർക്കും സന്തോഷമുണ്ട്. വിയോഗം ദുഃഖകരമാണ് എങ്കിലും. MG പ്രതീഷിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. പ്രതീഷ് വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരുകയാണെന്ന് തോന്നുന്നു അല്ലേ? 6 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരുന്നു എന്ന് പറയുമ്പോൾ റിനു, വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു അല്ലേ വാഹനം, ഇന്നോവ ഹൃദയവും വഹിച്ചുള്ള വാഹനം? തീർച്ചയായും പൈലറ്റ് വാഹനങ്ങൾ ഇപ്പോൾ വിമാനത്താവളത്തിന് അകത്തേക്ക് കടന്നിരിക്കുന്നത്. 3-ാം പൈലറ്റ് വാഹനം, പോലീസിന്റെ പൈലറ്റ് വാഹനവും എത്തി. ഇപ്പോൾ ആംബുലൻസ്, അതിന് തൊട്ട് അനുഗമിച്ചെത്തിയ ആംബുലൻസും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഇന്നോവ കാറും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ ഹൃദയവുമായി എത്തിയ ഇന്നോവ കാറും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ ആംബുലൻസിൽ നിന്ന് ഈ ഹൃദയമൊക്കെ തന്നെ ഇറക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു സജ്ജീകരണമാണ് അവർ നോക്കുന്നത്. ഇന്നോവ കാറിൽ ഡോക്ടർമാരുടെ സംഘമാണ്. ആ ഹൃദയം അവിടെ നമുക്ക് കാണാൻ കഴിയും. ഹൃദയവുമായി ഡോക്ടർമാരുടെ സംഘം വിമാനത്താവളത്തിനുള്ളിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പോലീസ് അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ഹൃദയവുമായിട്ടുള്ള ബോക്സുമായി ഡോക്ടർമാർ ഉള്ളിലേക്ക് പോവുകയാണ്. അല്പ നിമിഷങ്ങൾക്ക് മുമ്പാണ് ഇവിടേക്ക് എത്തിയത്. ടെർമിനൽ 1-ന്റെ ഉള്ളിലേക്ക് ഹൃദയവുമായി ഡോക്ടർമാരുടെ സംഘവും പോലീസ് ഉദ്യോഗസ്ഥരും CRPF ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ, വിമാനത്താവളത്തിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കടന്നു പോയിട്ടുണ്ട്. എന്തായാലും നിമിഷ നേരങ്ങൾക്കകം തന്നെ എയർ ആംബുലൻസ് അവിടെ നിന്ന് പറന്നു ഉയരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഈ ആംബുലൻസ് അനുഗമിച്ചു, പോലീസ് അനുഗമിച്ചു. എല്ലാവരുടെയും സഹായത്തോടു കൂടി അല്പസമയം മുമ്പ് ഈ എയർ ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഹൃദയം ഇവിടെ എത്തിച്ചിരിക്കുന്നു. അനുജ, അതാണ് കിംസ് ആശുപത്രിയിൽ നിന്നുള്ള ഹൃദയവും വഹിച്ചുള്ള വാഹനം. അത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ നിന്ന് ഉടൻ തന്നെ എയർ ആംബുലൻസിലേക്ക് വാഹനം, ഒപ്പം തന്നെ മെഡിക്കൽ സംഘം അതിനുള്ളിലേക്ക് കയറും. പിന്നീട് ലിസി ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണമാണുള്ളത്. ഹയാത്തിലാകും ഈ എയർ ആംബുലൻസ് ലാൻഡ് ചെയ്യുക കൊച്ചിയിൽ. അവിടെ നിന്ന് റോഡ് മാർഗം
ലിസി ആശുപത്രിയിലേക്ക് വേഗം തന്നെ എത്തിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒരു തടസ്സവുമില്ലാത്ത തരത്തിലേക്ക് തന്നെ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നതാണ്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവരുടെയൊക്കെ മേൽനോട്ടത്തിലാണ് ഇത് നടക്കാൻ പോകുന്നത്. കിംസ് ആശുപത്രിയിൽ നിന്ന് ഹൃദയവും വഹിച്ചുകൊണ്ട് ഉള്ള സംഘം അത് പുറപ്പെടുകയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന്. ഐസക് ജോർജിന്റെ 6 അവയവങ്ങൾ ഇനി മറ്റുള്ളവർക്ക് പുതുജീവൻ നൽകാൻ പോവുകയാണ്. അതിലേറ്റവും പ്രധാനമാണ് ഈ ഹൃദയം മാറ്റിവെക്കൽ എന്നുള്ളത്. വാഹനാപകടത്തിൽ ചികിത്സയിൽ ലിസി ആശുപത്രിയിൽ കഴിയുന്ന അങ്കമാലി സ്വദേശിയിലാണ് ഐസക് ജോർജിന്റെ ഹൃദയം ഇനി മിടിക്കാൻ പോകുന്നത്. ഒപ്പം മറ്റ് അവയവങ്ങൾ കൂടി അദ്ദേഹം മറ്റ് പലർക്കുമായി ദാനം ചെയ്യുകയാണ്. മസ്തിഷ്ക മരണം ഇന്നലെ വൈകിട്ട് സ്ഥിരീകരിച്ചതോടെയാണ് കുടുംബാംഗങ്ങൾ കൂടി ഇടപെട്ട് അവയവം മാറ്റിവെക്കുക എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. ഇപ്പോൾ ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള ആ സംഘം അത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടാനുള്ള നീക്കങ്ങളിലാണ്. അതിൻ്റെ അവസാന നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ എയർ ആംബുലൻസ് അവിടെ തയ്യാറായി വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ സംഘം ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള സംഘം എയർ ആംബുലൻസിലേക്ക് കയറിയാൽ ഉടൻ തന്നെ അത് പുറപ്പെടുകയായി. റിനു ഇനിയിപ്പോൾ എന്താണ് താമസം? എയർ ആംബുലൻസ് പുറപ്പെടുകയല്ലേ? ടൈം പോലും കിട്ടിയില്ല. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതിനു മുന്നേ ലിവർ ട്രാൻസ്പ്ലാന്റ് അങ്ങനെ പോയിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം കൊച്ചി. അനുജ, നമ്മളോടൊപ്പം ഇപ്പോൾ ഈ ഇന്നോവ വാഹനം ഓട്ടിച്ച സഞ്ജയ് ഉണ്ട്, ഡ്രൈവറാണ്. അദ്ദേഹം ഈ കിംസ് ആശുപത്രിയിൽ നിന്ന് അതിവേഗത്തിലാണ് ഈ ഹൃദയം ഇവിടേക്ക് എത്തിച്ചത്. ആ വാഹനത്തിന്റെ ഡ്രൈവറാണ് സഞ്ജയ്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ഒരു നല്ലൊരു കാര്യത്തിന് ഭാഗമാകാൻ പറ്റിയതിന് ഭാഗ്യം. ഏകദേശം എത്ര സമയം എടുത്തു? സമയം നോക്കിയിരുന്നില്ല. ഏകദേശം ഒരു 5-10 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. 5 മിനിറ്റ് മാക്സിമം. മുന്നിൽ ഈ അകമ്പടി വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൈലറ്റ് വാഹനം, ആംബുലൻസും ഉണ്ടായിരുന്നു. അതിന്റെ പുറകിൽ ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഏതെങ്കിലും തരത്തിൽ റോഡിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഒരു തരത്തിലും ഇല്ലായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടീവ് ആയിരുന്നു. എന്തായാലും സഞ്ജയ് പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല റോഡിൽ ഒന്നും. എല്ലാവരും സഹകരിച്ചു, എല്ലാ രീതിയിലും ഒരു സഹകരണം ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് സമയം പോലും നോക്കാൻ കഴിഞ്ഞില്ല. ഏകദേശം 10 മിനിറ്റിനുള്ളിൽ 6-7 മിനിറ്റ് മാത്രമായിരിക്കാം എടുത്തത് എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള സമയമൊന്നും സഞ്ജയ് നോക്കിയില്ല. എന്തായാലും ആ ഇന്നോവ വാഹനം നിമിഷ നേരങ്ങൾ കൊണ്ട് കിംസ് ആശുപത്രിയിൽ നിന്ന് 6 കിലോമീറ്റർ പിന്നിട്ട് തിരുവനന്തപുരത്തെ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് എത്തി ടെർമിനൽ 1-നുള്ളിലേക്ക് പോയിരിക്കുന്നു. ഡോക്ടർമാർ ഈ ഹൃദയം വഹിച്ചുള്ള ഈ ബോക്സുമായി ഉടൻ തന്നെ ആ വിമാനത്തിനുള്ളിൽ അവർ കയറും. വിമാനം ഉടൻ തന്നെ ഇവിടെ നിന്ന് പറന്നുയരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അനുജ, എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നാട്ടുകാരും മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ആംബുലൻസ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തി. പ്രത്യേകിച്ച് കേരള പോലീസിന്റെ ഒരു പൈലറ്റ് വാഹനങ്ങൾ, 3 പൈലറ്റ് വാഹനങ്ങളാണ് അകമ്പടി സേവിച്ച് ഇവിടേക്ക് എത്തിയത്. മുന്നിൽ പൈലറ്റ് വാഹനങ്ങളായി വന്ന് റോഡെല്ലാം തന്നെ ക്രമീകരിച്ചത്. ശംഖുമുഖം ACPയും അതുപോലെ തന്നെ DCP ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ എയർപോർട്ടിലെത്തി എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിരുന്നു. അല്പസമയം മുമ്പ് ഈ ഹൃദയം വഹിച്ചുകൊണ്ടുള്ള ഡോക്ടർമാരുടെ സംഘം ഇവിടെ എത്തി. ഇപ്പോൾ എയർപോർട്ടിനുള്ളിലേക്ക് പോയിരിക്കുകയാണ്. അനുജ, അതാണ്, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ എയർ ആംബുലൻസ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ കാലതാമസം വരാൻ പാടില്ല. കൃത്യസമയത്തിനുള്ളിൽ തന്നെ അത് എത്തിക്കേണ്ടതുണ്ട്. അതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നത് നേരത്തെ നമ്മളോട് ADGP ശ്രീജിത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഹൃദയം എത്തിക്കുക എന്ന ആ ദൗത്യം അതാണിപ്പോൾ നടക്കാൻ പോകുന്നത്. കൊച്ചി ലിസി ആശുപത്രിയിലേക്കാണ് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് ഐസക് ജോർജിന്റെ ഹൃദയം എത്തിക്കാൻ പോകുന്നത്. അല്പസമയം മുൻപാണത് ഹൃദയവും വഹിച്ചുള്ള സംഘം അവർ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് എയർ ആംബുലൻസ് അല്പസമയത്തിനകം തന്നെ പുറപ്പെടും. ഇതിന് കൃത്യമായ സമയക്രമമൊക്കെയുണ്ട്. അത് പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യം നിർവഹിക്കേണ്ടത് എന്നത് തന്നെയാണ്. അതിനുശേഷം കൊച്ചിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് എയർ ആംബുലൻസ് ലാൻഡ് ചെയ്യുന്നത് ഹയാത്തിലാകും. ഗ്രാൻഡ് ഹയാത്തിൽ നിന്ന് പിന്നീട് റോഡ് മാർഗം ലിസി ആശുപത്രിയിലേക്ക് എത്തും. കൊച്ചിയിലും കൃത്യമായി തന്നെ ക്രമീകരണങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. ഒരു തരത്തിലുമുള്ള തടസ്സം ഉണ്ടാകരുത്, അത് പൊതുജനങ്ങൾക്കും നിർദ്ദേശമായി തന്നെ നൽകിയിട്ടുണ്ട്. ഇതിനു മുൻപും ഒക്കെ നമ്മൾ ചെയ്തതുപോലെ ഒരു തടസ്സവും ഉണ്ടാകാതെ കൃത്യമായി തന്നെ വിജയകരമായി തന്നെ ഈ ദൗത്യവും നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. 6 പേർക്കാണ് ഐസക് ജോർജ് പൊതുജീവൻ നൽകാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ ഐസക് ജോർജിന്റെ ഹൃദയവും വഹിച്ചുള്ള എയർ ആംബുലൻസ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.